റസിയ സുൽത്താനെ കാണാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ എഴുതുന്ന ഒരു സ്ത്രീയാണ്. വളരെ മനോഹരമായ രചനകളാണ് അവരുടേത്. അങ്ങനെ അവരുടെ ചില കവിതകൾ വായിച്ചപ്പോഴും ചില കുറിപ്പുകൾ വായിച്ചപ്പോഴും എനിക്ക് തോന്നി ഇവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന്. വളരെ മനോഹരമായ എഴുത്തുകൊണ്ട് തന്നെ ശ്രദ്ധേയമായ നല്ല ഭാഷാ പ്രയോഗങ്ങളുള്ള ഒരു കവിയത്രിയാണ്. മധുരത്തെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ഗ്രൂപ്പാണ് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്നത്. ചങ്ങാതിക്കൂട്ടത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് റസിയ സുൽത്താൻ. ഇതിന്റെ ഒരു കാവ്യ ഗ്രൂപ്പ് ഉണ്ട്, കവിതാ കോർണ്ടം. അതിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് പുസ്തക നിരൂപണം നടത്തുന്നുണ്ട്. അതെന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ എഴുത്ത് ഓരോ പുസ്തകത്തെയും വളരെ മനോഹരമായിട്ടാണ് അവർ അത് അവതരിപ്പിക്കുന്നത്. നമുക്ക് വായിക്കാനുള്ള നമ്മൾ കാണാത്ത, നമ്മളറിയാത്ത പല മനുഷ്യരുടെയും പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, കവിതാ പുസ്തകങ്ങൾ. അവരെ പല പുസ്തകങ്ങളെയും അവതരിപ്പിക്കാറുണ്ട്. അതില് നമ്മൾ ഇന്നുവരെ വായിച്ചിട്ടില്ലാത്ത പല കവികളും അതിലുണ്ട്. പക്ഷെ വായിക്കാനുള്ള പ്രേരണ അവരുടെ എഴുത്തുകളിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വാപ്ജി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഹായ്, നമസ്കാരം. എഴുത്തിന്റെ വഴിയിലേക്ക് വന്ന സാഹചര്യം എന്താണ്? വളരെ ചെറുപ്പത്തിൽ തന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴാണ് എഴുതാനൊക്കെ ഉള്ള ഒരു പ്രേരണ ഉണ്ടായി തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം ഒരു ലോങ് ടൈം ഒന്നും എഴുതാത്ത ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും പുസ്തകം വായിക്കുക എന്നുള്ളത് ഏത് സമയത്തും തുടർന്നു പോരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഈ ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ എഴുതാനും വായിക്കാനും, അല്ല വായന എപ്പോഴും കുറവാണ്, എഴുതുന്ന കാര്യത്തിലൊരു കൂടുതൽ തോന്നിത്തുടങ്ങിയത്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിക്കുകയോ കഥകൾ വായിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒക്കെ പറയണം. അപ്പൊ അത് കേൾക്കാൻ ആളില്ലാത്തൊരു സന്ദർഭം വന്നപ്പോഴാണ് അതിന്റെ ആസ്വാദനങ്ങളൊക്കെ എഴുതുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. നമ്മളിപ്പോ എഴുത്തിന്റെ വഴിയിലേക്ക് ഒന്ന് ആദ്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ ചങ്ങാതിക്കൂട്ടവുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? അത് ഞാന് ഇവിടെ പുളിഞ്ചോട് ഗ്രന്ഥപുര എന്ന് പറഞ്ഞ പ്രകാശിന്റെ അദ്ദേഹത്തിന്റെ ലൈബ്രറിയായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങള് കുറച്ച് വസന്തം മാഷ്, ജിനം മാഷ്, അങ്ങനെ അവിടെ വരുന്ന സുഹൃത്തുക്കള്, അങ്ങനെ വസന്തം മാഷാണ് എന്നെ ചങ്ങാതിക്കൂട്ടത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഒരുപാട് കവിതകൾ എഴുതിയിട്ടില്ലേ? കുറച്ചൊക്കെ, ഒരു 10-100 അങ്ങനെയൊന്നും എഴുതിയത് ഒക്കെ ഉണ്ടായിരുന്നു. കുറെയൊക്കെ ഫോണിൽ നഷ്ടപ്പെട്ടു. പിന്നെ ആദ്യകാലത്തൊക്കെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരുന്ന നോട്ട്ബുക്കുകളിൽ അതും അങ്ങനെ നഷ്ടപ്പെട്ടു. പിന്നെ ഓരോ സംഘടനയായിട്ട് പ്രവർത്തിക്കുമ്പോ കോളേജിലായാലും വേറെ സംഘടനാപരമായൊക്കെ ഇറക്കുന്ന അന്നത്തെ സോവനീറൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തേലൊക്കെ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോ എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അല്ലാതെ എന്റേതായ ഒരു കൃതി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഞാൻ ഇറക്കിയിട്ടില്ല. അങ്ങനെ വേണമെന്ന് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടുമില്ല. എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഭർത്താവും ഈ അടുത്ത ദിവസം വരെ എന്നോട് പറഞ്ഞ് ഒരു പുസ്തകം ഇറക്കാം. പക്ഷെ ഞാനിങ്ങനെ വെറുതെ പറയുന്നതല്ല, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. തോന്നിയാല് ചെയ്യും. കവിതകളിൽ ഇഷ്ടപ്പെട്ടൊരു കവിത പറയാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ട കവിതകള് ഒരുപാടുണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കവിത. അത് ഇപ്പൊ ഇവിടെ ഒരു നമ്മുടെ ആദിത്യൻ കാതിക്കോട് ഷംസുക്ക, അദ്ദേഹം ഒരു തെരുവ് പത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഈദിന്റെ സമയത്ത് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കൊരു മരണത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു കവിത എഴുതാൻ പറഞ്ഞ്, അപ്പൊ അങ്ങനെ ഞാനൊരു കവിത എഴുതി. അത് ഞാൻ ഒരാളെ, പ്രമോദ് നാരായണൻ എന്ന് പറഞ്ഞ ഒരു പാടുന്ന ഒരു വ്യക്തിനെ കൊണ്ട് എൻ്റെ സുഹൃത്ത് മുഖേന അത് ആൾ പാടിയിട്ടൊക്കെ ഉണ്ട്. വന്ദനം എന്നാണ് ആ കവിതയുടെ പേര്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ മറന്നൊരാ വഴിത്താരേ, ഇതളടർന്നൊരു കുഞ്ഞു പൂവായി, മറവിയുടെ മൗനത്തിൽ ഒളിച്ച് ഇനിയും എത്ര നാൾ നിന്നെയും കാത്ത്. വളരെ മനോഹരമായ ഒരു വാക്യമാണ്. കാരണം വെച്ചാൽ മരണത്തിന്റെ സാധ്യതകളും, സത്യത്തിൽ മരണം ഉണ്ട് എന്നുള്ളത്, പക്ഷെ അത് മറവിയിലാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവിത സന്ധാരണത്തിലേക്ക് മരണത്തെ മറക്കുന്നുണ്ട്. അതിന് വളരെ മനോഹരമായി 2 വരികളില് റസിയ, ഇതുകൊണ്ടാണ് ഞാൻ റസിയെ തേടി എത്തിയത്. അതിൽ കവിതയിലുള്ള ഒരു 2 വരി ചങ്ങാതിക്കൂട്ടത്തിന്റെ സുനിൽ പി മതിലകം, അദ്ദേഹം അത് കവിത വളരെ ഇഷ്ടപ്പെട്ടിട്ട് അതിലെ 2 വരികള് ആദ്യമായിട്ട് അക്ഷരം പ്രതി എന്ന് പറഞ്ഞ ഒരു പങ്ക്തി വരെ ആ കവിതയിൽ നിന്ന് എടുത്തിട്ട് തുടങ്ങണ്ടായി. അത്
ഈ കാലം അത്രയും ഞാൻ ഓടിക്കിതച്ചതെല്ലാം നിന്നിലേക്ക് എത്തുവാൻ മാത്രമല്ലേ. ഈ മരണത്തിന്റെ മരണം നമ്മളെ എങ്ങനെ ജീവിച്ചാലും ലാസ്റ്റ് നമ്മ മരിക്കും. അപ്പൊ ഈ കാലം അത്രയും ഞാൻ ഓടിക്കിതച്ചതെല്ലാം നിന്നിലേക്ക് എത്തുവാൻ മാത്രമല്ലേ എന്നുള്ളത് അക്ഷരം പ്രതിയില് അത് വളരെ മനോഹരമായൊരു വരി തന്നെയാണ്. ഈ ചങ്ങാതിക്കൂട്ടം വഴി ഒരുപാട് എഴുത്തുകാർ വന്നിട്ടുണ്ട്. പിന്നെ അതില് വന്നതല്ല, അവരൊക്കെ ഓൾറെഡി അതിലുണ്ട്. ഞാനാണ് ചെന്നാള്. അത് അവരും വന്നിരുന്നതാണ്. സുനിൽ പി മതിലകമല്ലേ അതിന്റെ ഇതിഹാസം എഴുതിയിട്ടുള്ള സുനിലിന്റെ ഇതിഹാസ മതിലകം മാത്രമല്ല, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് എഴുത്തുകാരുണ്ട് വളരെ മനോഹരമായിട്ട് എഴുതുന്നത്. അവര് അല്ലെ ആരാണ് കൂടുതൽ ആകർഷിക്കപ്പെട്ട? കൂടുതൽ ചില അത് വിവാദമാകാനല്ല, കുറച്ച് ആളുകൾ പറഞ്ഞ മറ്റൊരാളെ പറയാതിരിക്കാൻ എല്ലാവരും ഇഷ്ടമാണ്, എല്ലാരും നല്ല സപ്പോർട്ടാണ്. പിന്നെ അതിൽ കൂടുതലായിട്ട് നമ്മളുടെ ആ ഗ്രൂപ്പിന്റെ ഒരു കാരണവരെന്ന നിലക്ക് MS സുബ്രഹ്മണ്യം മതിലകം, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാവീണ്യം എടുത്തു പറയേണ്ടതാണ്. എനിക്ക് എപ്പോഴും, ഞാൻ കൂടുതലൊന്നും ആളോട് സംസാരിക്കൂല, പക്ഷെ വളരെ ഒരു കൗതുകത്തോട് കൂടിയിട്ട് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റും. ആളുടെ പ്രവർത്തനങ്ങള്, ആളുടെ കൃതികള്, ആള് ഒരു ഗ്രൂപ്പിലെ നിറസാന്നിധ്യം തന്നെയാണ്. ഒരു കാര്യം വിട്ടുകളയാതെ A to Z എല്ലാം നിരീക്ഷിച്ച് ഇത്രക്ക് വിശദമായിട്ട് ആളുടെ പോലെ ആരും പ്രതികരിക്കാറില്ല. അതൊരു വലിയ ഒരു കഴിവാണ്. അത് MSSന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. കുടുംബത്തെ കുറിച്ച് നമുക്ക് അറിയണല്ലോ. എങ്ങനെയാ, ആരൊക്കെയാണ്? ഹസ്ബൻഡും എനിക്ക് 3 മക്കള്. ഹസ്ബൻഡ് ആള് സ്ഥലത്തില്ല. പിന്നെ ഞാന് പിന്നെ ഹസ്ബൻഡ് എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ടീവാണ്. ഇപ്പൊ എഴുതായാലും ഇപ്പൊ എന്ത് കാര്യത്തിന് പോണതായാലും ആളുടെ ഒരു സപ്പോർട്ടിന്റെ ബലത്തുമലാണ് ഞാൻ. ആദ്യമൊന്നും ഞാൻ തീരെ പുറത്തിറങ്ങിയിരുന്നില്ല. മക്കളൊക്കെ സ്കൂളില് ആയ സമയത്തൊട്ട് ആള് എന്നെ നിർബന്ധിക്കും, ഞാൻ ഇങ്ങോട്ട് പോവാ, നീ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സപ്പോർട്ടീവാണ്. മക്കള് 3 പേര്. മോളുണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൻ +2 കഴിഞ്ഞിട്ട് ശ്രീരാമ പോളിടെക്നിക്കില്. പിന്നെ ഒരു മോൻ JTSല് 10ാം ക്ലാസ്സിൽ പഠിക്കും. 3 മക്കള്. സന്തുഷ്ട കുടുംബം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇത്ര നേരം നമ്മുടെ ചാനലായി സംസാരിച്ചതിന്, അവരോട് നമ്മുടെ ഓഡിയൻസിനോട് കാര്യങ്ങൾ പങ്കുവെച്ചതിന് സന്തോഷമുണ്ട്, സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു.